ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സർക്കിട്ട് എന്ന് പറയുന്ന റീസെൻ്റായിട്ട് നമ്മുടെ ആസിഫ് അലി നായകനായി വന്ന സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടായിരുന്നു. ആ സിനിമ കണ്ട സമയത്ത് തോന്നിയ ചില കാര്യങ്ങളും ജെനുവിൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. തമാർ KV ആണ് ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. 1001 നുണകൾ എന്ന് പറഞ്ഞ ഒരു സിനിമ എടുത്ത ആളാണ് ഈ ഒരു തമാർ KV എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ ഈ സിനിമ പ്രധാനമായിട്ടും ഒരു ഫാമിലി സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വേഷങ്ങളായി വരുന്നത് ആസിഫിനോടൊപ്പം ദീപക് പരമ്പോൾ, ദിവ്യപ്രഭ, പിന്നെ ഓർഹാൻ എന്ന് പറഞ്ഞ കിഡി സ്കൂപ്പ് എന്ന ഇൻസ്റ്റഗ്രാമുള്ള ഒരു കുട്ടി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അലക്സാണ്ടർ പ്രശാന്ത്, അങ്ങനെ രമ്യ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വേറെയും വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിവിടെ ആസിഫ് അലി, ദിവ്യപ്രഭ, ദീപക് പരമ്പോൾ, ഓർഹാൻ, ഈ ഇത്രയും പേരുടെ ക്യാരക്ടേഴ്സാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. അപ്പം നമുക്ക് അവരെ മാത്രം മതി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് സിനിമ ആസിഫ് അലിയുടെ റീസെൻ്റ്ലി വന്ന കിഷ്കിണ്ട കാണ്ഡം, രേഖാചിത്രം എന്നീ സിനിമകളൊക്കെ കണക്കത്തെ ഒരു കഥയോ കാര്യങ്ങളോ ഉള്ള സിനിമയൊന്നുമല്ലെങ്കിൽ പോലും ഇതൊരു നോർമൽ സിനിമയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയ ഒരു നോർമൽ സിനിമയായിട്ടാണ് ഈ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ എടുത്തേക്കുന്നത്. ഭയങ്കര ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫാമിലി ഇമോഷൻസ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട 2 പേരുടെ പെർഫോമൻസാണ്. ഒന്ന് ദീപക് പരമ്പോളിൻ്റെ പെർഫോമൻസും ദിവ്യപ്രഭയുടെയും. ഇവരാണ് ഇതിൽ പെർഫോമൻസിൽ മികച്ചിരിക്കുന്നത്. പിന്നെ ആസിഫ് അലി ഒരു അഭിനയ മികവ് കാണാൻ വേണ്ടി പറ്റി. സ്ക്രിപ്റ്റ് സെലക്ഷൻ സൂപ്പറായിരുന്നു. പക്ഷേ നട്ടില്ലായിട്ട് നിൽക്കുന്നത് ദീപക് പരമ്പോളും ദിവ്യപ്രഭയും ഓർഹാൻ എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടിയാണ്. ഇവരുടെയൊക്കെ ഒരു ചുറ്റിപ്പറ്റിയൊക്കെയാണ് ഈ ഒരു കഥ എലമെൻ്റൊക്കെ ഇങ്ങനെ റൺ ചെയ്തിരിക്കുന്ന ഒരു നല്ല ഒരു പീസ് ഓഫ് മൈൻഡിൽ കൂടെ കാണാൻ വേണ്ടി പറ്റിയ ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു സ്റ്റോറി ലൈൻ പിടിച്ചിട്ട് ആ സ്റ്റോറി ലൈനിൽ കൊണ്ട് എൻഗേജിക്കുന്ന ആ ഒരു രീതി, അവർ സിനിമയിൽ ആ ഒരു സ്റ്റോറി ലൈൻ വെച്ച് കഥ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു രീതി കാര്യങ്ങളൊക്കെ ബെസ്റ്റായിരുന്നു. സ്ക്രിപ്റ്റ് വർക്കാണ് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത്. ആ ഒരു കാര്യം വെച്ച് അത് മികച്ച ഒരു സ്ക്രിപ്റ്റ് വർക്കായിട്ട് എനിക്ക് തോന്നിപ്പോയത്. പിന്നെ ആസിഫ് അലിയെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കിഷ്കിണ്ട കാണ്ഡം, രേഖാചിത്രം എന്നീ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെ കാണിച്ച സമയത്ത് സർക്കിട്ട് പോലത്തെ ഒരു കുഞ്ഞു സിനിമയിലൊന്ന് ചെയ്യാൻ വേണ്ടി കാണിച്ച ഒരു മനസ്സ് ആരും കാണാൻ വേണ്ടി പോകരുത്. ഇതിൽ നല്ലൊരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു സ്റ്റോറി സെക്ഷൻ നോക്കുകയാണെങ്കിൽ ആസിഫ് അലി ഇവിടെയും ആ ഒരു സ്റ്റോറി സെക്ഷൻ, ഒരു സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ ആസിഫ് അലി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതും ഒരു വെറൈറ്റി സ്ക്രിപ്റ്റാണ്. ഒരു വെറൈറ്റി സ്ക്രിപ്റ്റ്, വെറൈറ്റി തീമും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതും ഒരു ഗുഡ് മൂവി, ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ആസിഫ് അലി നോക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതൊരു ഇതാണ്. അപ്പോൾ ഒരു വെറൈറ്റി കോൺസെപ്റ്റായിട്ടാണ് നിൽക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ടപ്പെട്ട മറ്റൊരാണ് ഓർഹാൻ എന്ന് പറഞ്ഞ ഒരു കിഡി സ്കൂപ്പ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ. ആ പയ്യൻ ഫുൾ വൈബ്രൻ്റ് പയ്യനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് വികൃതി കാണിക്കുന്ന, ഒരു അനുസരണയില്ലാത്ത, ഇച്ചിരി ഒരു കുസൃതിക്കാരൻ പയ്യൻ. ആ ഒരു രീതിക്കുള്ള ഒരു പാരൻസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു പയ്യൻ. ആ ഒരു പയ്യൻ്റെ പെർഫോമൻസ് ഈ സിനിമയിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പയ്യൻ നന്നടിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ ഒരു ഇമോഷൻസും വൈബ്രേഷൻസും ഒരു മാനേഴ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് ഈ സ്ക്രിപ്റ്റുമായിട്ട് നന്നായിട്ട് തന്നെ ആ പയ്യൻ ചെയ്തു വെച്ചെന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ആ റോള് ഏറ്റവും മികച്ചതായിരുന്നു. ആ റോള് മുഖാന്തരമാണ് ഈ സിനിമ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആസിഫ് അലിയും ഈ കുട്ടി തമ്മിലുള്ള ചില ബോണ്ടിങ് സീനും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അവിടെ കുറച്ച് റിയൽ ലൈഫ് എന്താണെന്ന്, റിയൽ ഇൻസിഡൻറ്റ് എന്താണ്, ഇമോഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റി. പിന്നെ ഇതിൽ ചെറുതായിട്ടൊരു പ്രശ്നം കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന നേരത്ത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന പാരൻസിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൻ്റെ അത് കുറച്ചും കൂടെ ഒരു എൻഗേജ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അതൊരു റിയലിസ്റ്റിക് സംഭവം എങ്ങനെ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് കുറച്ചുകൂടെ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു. ഇപ്പം ദീപക് പരമ്പോളിൻ്റെ ഒരു പോർഷനായിരുന്നാലും ആസിഫ് അലി കുട്ടി പോർഷനായിരുന്നാലും ആ ഒരു സ്റ്റോറി ലൈൻ അവിടെ ഇവിടെ നിൽക്കുന്ന നേരത്തിൽ കുറച്ചും കൂടെ ഒരു റിയൽ ഇൻസിഡൻറ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ടൈപ്പ് സീക്വൻസ് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാമായിരുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിനുപരി നോക്കുകയാണെങ്കിൽ സിനിമ നൈസ് മൂവി തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ചൊരു സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോറി ലൈൻ
പിടിച്ചു തന്നെയാണ് ഈ സിനിമ എൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ടു എൻ്റെ നല്ല എൻഗേജ്ഡ് തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി ഒന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇൻസിഡൻറ്റിൽ സംബന്ധപ്പെട്ട് ഒരു പാരൻ്റ് എങ്ങനെ റിയാക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഇവർ തമ്മിലുള്ള ഒരു കണ്ടുമുട്ടൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഒരു 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 സീക്വൻസ് അതിനുവേണ്ടി മാത്രം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാമായിരുന്ന കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഗുഡ് സ്ക്രിപ്റ്റ്, നോ ലാഗ്, പെർഫോമൻസ് ബേസിൽ ദീപക് പരമ്പോൾ, ദിവ്യപ്രഭ, ഓർഹാൻ, ആസിഫ് അലി ഇവർ 4 പേരും ഗംഭീരമായിട്ട് തന്നെയാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഓർഹാൻ എന്ന് പറഞ്ഞ ആ കുട്ടി ഗംഭീര പ്രകടനമായിരുന്നു. ദീപക് പരമ്പോളിൻ്റെയൊക്കെ ഒരു ക്ഷമയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ചെയ്യുന്ന സംഭവിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഒരു കഥാപാത്രമാണത്. കാരണം ഒരുപാട് സ്ട്രെസ്സ്, സ്ട്രെയിന്, ഒരു കുട്ടിയെ അനുസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനത്തെ ചില ഒരു റോളൊക്കെ ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദീപക് പരമ്പോൾ ദിവ്യപ്രഭയ്ക്കും ആ ഒരു കഥാപാത്രം എത്രയ്ക്ക് ഡീപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ആ ഒരു കാര്യം വെച്ച് ആസിഫ് അലിയുടെ കിഷ്കിണ്ട കണ്ടം പറഞ്ഞാലും രേഖാചിത്രം വന്നാലും അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി കോൺസെപ്റ്റ് പിടിച്ച ആസിഫ് അലി ഇത്ര നല്ലൊരു സിനിമ ചെയ്തു നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു എൻ്റർടൈൻമെൻറ്റുള്ള സിനിമയാണ്, അല്ലാതെ ഒരു വലിയ തിരക്കഥയുള്ള സിനിമയല്ല. നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കൂടെ കാണാൻ വേണ്ടി പറ്റിയ ഒരു കുഞ്ഞു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയ ആ ഒരു കാര്യം വെച്ച് മികച്ച ഒരു സിനിമയായിരുന്നു ഈ ഒരു സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ. മസ്റ്റായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. സക്സസ്ഫുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം വെച്ച്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സിനിമ കണ്ടിറങ്ങാൻ വേണ്ടി പറ്റിയ രീതിക്കുള്ള പടം തന്നെയാണ് ഈ ഒരു സർക്കിട്ട് എന്ന് പറഞ്ഞ ഈ സിനിമ. മസ്റ്റായിട്ടും നിങ്ങൾ നിയർ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമത്തിൻ്റെ ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മറ്റ് സിനിമയുടെ ഒരു ജെന്യുവിൻ റിവ്യൂ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രണ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.